ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതിൻ്റെ ഒരു അടിപൊളി ഉഴുന്നുവട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നൊരു അറ്റ്ലീസ്റ്റ് ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സിയിലൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഉഴുന്നരക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അധികം വെള്ളം ചേർക്കാനേ പാടില്ല. കുറച്ച് ടേബിൾ സ്പൂൺ പോലെ അത്ര വെള്ളം മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ നന്നായി കിട്ടില്ല. അതിനുശേഷം ഇതെന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 5 to 10 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്താൽ തന്നെ നമുക്കതിൽ മാവ് നന്നായി പൊങ്ങി വരുന്നത് കാണാം. അതിനുശേഷം അതിൽ ഇത്തിരി ഉപ്പ് ചേർത്തു. പിന്നെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ചെറിയുള്ളിയാണ്, ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി എടുത്തു. പിന്നെ പച്ചമുളക്, കറിവേപ്പില, ജീരകം, അതുപോലെ കുരുമുളക് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ പാൻ വെക്കുക. പാൻ ഓയിലാണോ വെളിച്ചെണ്ണയാണോ നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായി മുങ്ങത്തക്ക രീതിയിൽ തന്നെ വേണം. നന്നായി എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നന്നായിട്ട് വരികയില്ല. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ വടേന ഓരോരോ വടയായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഒരു 4 വട അങ്ങനെ ഇട്ടു. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലും നന്നായിട്ട് മുരിയേണ്ടിയിട്ടൊന്ന് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഫൈനായിട്ട് ഇതുപോലെ ഹോളൊക്കെ ഇട്ടിട്ട് വട ചൂടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനം അങ്ങോട്ടേക്ക് വീഴുകയില്ല. അതുകൊണ്ട് വെള്ളം ഒഴിവാക്കിയിട്ട് മാത്രം അരക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട്, മിക്സിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അരച്ചിട്ടില്ലെങ്കിൽ ചൂടായിട്ട് കത്തിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പതുക്കെ നിർത്തിയിട്ട് അരക്കുക. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള വട ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പറാണ്. അപ്പം ഇന്നത്തെ ചായയുടെ സ്നാക്കാണിത്. അപ്പോൾ ഓക്കെ, ബൈ.